സർവേഷാം നമസ്കാര. അസ്മാകം സംസ്കൃതപഠനെ ശ്രീകൃഷ്ണ അഷ്ടോത്തര ശത നാമാവലി സ്തോത്ര പഠനം വയം കുർമഃ. തത്ര അസ്മാഭിः ത്രയോദശ ശ്ലോകാനാം പഠനം കൃതം. അനന്തരം ചതുർദശതമം ശ്ലോകം പഠാമः. അനാദിബ്രഹ്മചാരീ ച കൃഷ്ണാവ്യസനകരിശകഃ ശിശുപാലശിരശ്ചേത്താ ദുര്യോധനകുലാന്തകഃ അപ്പൊ ഇനി നമുക്കത് പദമായിട്ടൊന്ന് പരിചയപ്പെടാം. അനാദി ബ്രഹ്മചാരി എന്നാണ് ആദ്യത്തെ പദം. അനാദി ബ്രഹ്മചാരി, അത് രണ്ടും കൂടിയിട്ടാണ് ഒരു പദമായിട്ട് വരിക. അനാദി ബ്രഹ്മചാരി ഒറ്റപ്പദമാണ്. അവിടെ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒറ്റപ്പദം അനാദി. പിന്നെയുള്ളത് ബ്രഹ്മചാരി. ആ ബ്രഹ്മചാരി വരുമ്പോഴാണ് ചിലർക്കൊക്കെ അക്ഷരങ്ങൾ ഉച്ചാരണം ശരിയാവാണ്ട് വരിക. കാരണം ബ്ര ശരിയായിട്ട് മഹ എന്ന് വരുമ്പോഴത്തേക്ക് ചിലപ്പോ ശരിയാവാണ്ട് വരും. ആ മഹ എന്നുള്ളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശക്തി കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം ബ്ര എന്നുള്ളത് ഭ്ര എന്നൊക്കെ ആയി പോവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ അവിടെ ബ്ര എന്ന് മാത്രമേ ഉള്ളൂ. ബ് ര് അതാണ് ബ്ര. ബ്ര അം ആക്കിയാ മതി ആദ്യം. പിന്നെ ഹ, ബ്രഹ്മ, അത് ബ്രഹ്മ എന്നായി മാറും. ബ്രം എന്ന് കഴിഞ്ഞിട്ട് ഹ എന്ന് ഉച്ചാരണം വരിക. അത് കുറച്ച് വേഗതയിൽ ഒക്കെ ആയി വരുമ്പോ ബ്രഹ്മ എന്നാവും. ബ്രഹ്മചാരി, അവിടെ അതെ ബ്രഹ്മ എന്ന് കഴിഞ്ഞിട്ട് ച എന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ജ എന്നായി പോകരുത്, ബ്രഹ്മചാരി എന്നായി പോകരുത്. ബ്രഹ്മചാരി ച എന്നുള്ള അക്ഷരം തന്നെ പ്രയോഗിക്കണം. അനാദി ബ്രഹ്മചാരി ച, അനാദി ബ്രഹ്മചാരി ച, അനാദി ബ്രഹ്മചാരി ച. പിന്നെയുള്ളത് കൃഷ്ണാവ്യസന കരിശക. അവിടെ ഒറ്റപ്പദമാണ്, 3 പദങ്ങൾ കൂടിയിട്ട് വരും എന്ന് മാത്രം. കൃഷ്ണ എന്നൊരു പേര്, വ്യസന, അത് കഴിഞ്ഞിട്ട് ക വിസർഗം, കർശക, അത് കരിശക എന്നാണ് ഉച്ചരിക്കാന്ന് മാത്രം. കരിശക, ര് എന്നുള്ള തരത്തിലാണ് എന്നുള്ളതിനെ ഉച്ചരിക്കുക. കരിശക, വ്യസന കരിശക, കൃഷ്ണാവ്യസന കരിശക, കൃഷ്ണാവ്യസന കരിശക, കൃഷ്ണാവ്യസന കരിശക. അവിടെ വ്യ എന്നുള്ളതും ശ്രദ്ധിക്കുക. കൃഷ്ണാവ്യസന, അത് വ്യ എന്നുള്ളത് കൂട്ടക്ഷരാണല്ലോ, അതിന് അതിൻ്റെതായ ഉച്ചാരണ രീതി പിന്തുടരണം. ഇല്ലാണ്ട് കൃഷ്ണാവ്യസന വ്യസന വ്യ എന്ന് പോരാ, വ്യ എന്ന് തന്നെ വരണം. അത് കൂട്ടക്ഷരായോണ്ട് 2 വ്യഞ്ജനങ്ങൾ കൂടിയിട്ട് വരുന്നതാണല്ലോ. കൃഷ്ണാവ്യസന കരിശക, ക എന്നുള്ള വിസർഗവും അതിൻ്റെ രീതിയിൽ ഉച്ചരിച്ച് ശീലിക്കണം.
അനാദി ബ്രഹ്മചാരീ ച കൃഷ്ണാവ്യസനകരിശക ശിശുപാല ശിരശ്ചേത്ത. അവിടെ അതെ 3 പദങ്ങൾ കൂടുന്നുണ്ട്. ശിശുപാല എന്നൊരു പദം, ശിര എന്നൊരു പദം, ഛേത്ത എന്നുള്ള പദം. അങ്ങനെ 3 കൂടിയിട്ട് ഒറ്റ പദമാണ്. ശിശുപാല ശിര ഛേത്ത. ഛേ എന്നുള്ളത് ഈ ചവർഗത്തിലെ അധികരമായിട്ടുള്ള അക്ഷരാണ്. ഛ, അതാണ് ഛേ. പിന്നെ ത എന്ന് പറയുന്നത് ഛേത എന്നല്ല, ഛേത്ത. ശിശുപാല ശിരശ്ചേത്ത. ശിശുപാല ശിരശ്ചേത്ത. ശിശുപാല ശിരശ്ചേത്ത. പിന്നെ ദുര്യോധന കുലാന്തക. അവിടെയും അതെ 3 പദങ്ങൾ തന്നെ വരുന്നുണ്ട്. ദുര്യോധന എന്നൊരു പേര്, കുല, പിന്നെ അന്തക. അങ്ങനെ 3 കൂടിയിട്ടാണ് ദുര്യോധന കുലാന്തക. ദുര്യോധന കുലാന്തക. ശിശുപാല ശിരശ്ചേത്ത. ദുര്യോധന കുലാന്തക. ഇനിയിപ്പോ അനാദി ബ്രഹ്മചാരി എന്നുള്ള പദം പറഞ്ഞല്ലോ. ബ്രഹ്മചാരി എന്നുള്ളത് നകാരാന്തായിട്ടുള്ള രൂപമാണ്. ബ്രഹ്മചാരി, ബ്രഹ്മചാരിണൗ, ബ്രഹ്മചാരിണ. ചാരി, ചാരിണൗ, ചാരിണ. കരി, കരിണൗ, കരിണ എന്നൊക്കെ വരുന്നത് പോലെ നകാരാന്തം ആയിട്ടുള്ള രൂപമാണ്. അവിടെ നാമായിട്ട് വരുമ്പോ ചതുർത്ഥിയാണല്ലോ വരേണ്ടത്. ചതുർത്ഥി ആണല്ലോ വരേണ്ടത്. അപ്പോ അനാദി ബ്രഹ്മചാരിണേ എന്ന് വരും. അനാദി ബ്രഹ്മചാരിണേ നമ എന്ന് വരും. ബ്രഹ്മചാരിണേ. അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കുമ്പോ ബ്രഹ്മചാരി എന്ന് പറയുമ്പോ ബ്രഹ്മം അതിനെ ആചരിക്കുന്നയാളാണ് ബ്രഹ്മചാരി. ബ്രഹ്മത്തെ ആചരിക്കുന്നയാള്, ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നയാള്. ഇതൊക്കെ ഒന്ന് തന്നെയാണ് അർത്ഥം. ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നയാള് ബ്രഹ്മചാരി. പിന്നെ അനാദി എന്നുള്ളൊരു പദം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അർത്ഥം. ആദി ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? ആദി ബ്രഹ്മചാരി, ആദ്യത്തെ ബ്രഹ്മചാരിയാണ് ആദി ബ്രഹ്മചാരി. അപ്പൊ ഇവിടെ ആദി ബ്രഹ്മചാരി എന്ന് പറയാൻ വയ്യ, അനാദി ബ്രഹ്മചാരി എന്നാണ്. തുടക്കം മുതൽ തന്നെ, തുടക്കം എന്ന് പറയണോന്നറിയില്ല, തുടക്കം എന്നുള്ളത് ഉണ്ടോന്നറിയില്ല. അപ്പോഴും മുതൽക്ക് ആദി ഇല്ല, അതിനും മുമ്പ് തന്നെ എന്നർത്ഥം. ആദിക്ക് മുമ്പ് തന്നെ ബ്രഹ്മചാരിയായിട്ട് ഉള്ളയാളാണ്. അനാദി എന്നുള്ളത് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ആദിക്കും മുമ്പ് എന്നുള്ള ഉദ്ദേശമാണ്. എപ്പോഴും എന്നർത്ഥം. നിത്യബ്രഹ്മചാരി എന്നൊക്കെ ശ്രീകൃഷ്ണനെ പറ്റി പറയാറുണ്ട്. അനാദി ബ്രഹ്മചാരി. ച ച എന്നുള്ളത് അവ്യയാണ്. പിന്നെ കൃഷ്ണാവ്യസനകരിശക. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ല, കൃഷ്ണയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്നുള്ള പേര് ദ്രൗപദി, പാഞ്ചാലി. ആ ദ്രൗപദിക്കുള്ളൊരു പേരാണ് കൃഷ്ണ എന്നൊരു പേരുണ്ട്. അപ്പൊ കൃഷ്ണയുടെ വ്യസനം, വ്യസനം എന്ന് പറയുമ്പോൾ വിഷമങ്ങള്, ആ കൃഷ്ണയുടെ വ്യസനങ്ങൾക്ക് കരിശക, കരിശനം ചെയ്തയാള്, അതിനെ കുറച്ചയാള്, വ്യസനത്തെ കുറച്ചയാള്, ഇല്ലാതാക്കിയ ആള് എന്നൊക്കെ അർത്ഥം.
അതിനെ ദഹിപ്പിച്ചയാള് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് കരിശക. കൃഷ്ണാവ്യസന കരിശക. അപ്പൊ അവിടെ കരിശക എന്നുള്ളത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ കരിശകായ എന്നാണ് നാമം വരുമ്പോ ചതുർത്ഥിയാണ് വരിക. കൃഷ്ണാവ്യസന കരിശകായ നമ എന്ന് വരും. പിന്നെ അടുത്തത് ശിശുപാല ശിരശ്ചേത്ത. അത് മിക്കവാറും എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ശിശുപാലന്റെ ശിരസിനെ ഛേത്ത, ഛേദിച്ച ആൾ, അതാണ് ഛേത്ത. ഛേദിച്ചയാൾ എന്നുള്ളതാണ് ഛേത്ത. ശിശുപാല ശിരശ്ചേത്ത. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. ശിശുപാല ശിരസ്, ഛേ എന്നുള്ളത് അധികരമാണ്. ത അതും. ശിശുപാല ശിരശ്ചേത്ത. അപ്പൊ ഛേത്ത എന്ന് പറയുമ്പോൾ അത് ഋകാരാന്തായിട്ടുള്ള ഛേതൃ ശബ്ദമാണ്. ഛേതൃ ശബ്ദം. ഛേത്ത, ഛേത്താരൗ, ഛേത്താര. ഹേ ഛേത, ഹേ ഛേതാരൗ, ഹേ ഛേതാര. ഛേത്താരം, ഛേതാരൗ, ഛേതൃൻ, ഛേതൃൻ. അങ്ങനെ ആ തരത്തിലാണ് ആ രൂപം വരിക. അപ്പൊ ശിശുപാല ശിരശ്ചേത്ത. അവിടെ ചതുർത്ഥി വരിക ക്ഷേത്രേ എന്നാണ് വരിക. ശിശുപാല ശിരശ്ചേത്രേ നമ. പിന്നെയുള്ളത് ദുര്യോധന കുലാന്തക. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുലം എന്ന് പറയുമ്പോൾ ദുര്യോധനന്റെ കുലം, കുലത്തെ. അന്തക, അതിന്റെ അന്തകനായിട്ടുള്ള ആള്, നശിപ്പിച്ചയാള് എന്നർത്ഥം. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പേരിൽ തന്നെ ഉണ്ട് ദുര്യോധനൻ. യോധനം എന്ന് പറഞ്ഞാൽ യോദ്ധാവ്, യുദ്ധം ചെയ്യുക. അപ്പൊ യുദ്ധം ചെയ്യുന്ന കാര്യത്തില് ദുര്യോധനനാണ്. അപ്പൊ അങ്ങനെ എളുപ്പത്തിലൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ദുര്യോധനന്. അതുകൊണ്ടാണ് ആ ഒരു പേര് കിട്ടാൻ കാരണം. എളുപ്പത്തിലൊന്നും ആർക്കും തോൽപ്പിക്കാൻ, വളരെ പരിശ്രമിച്ചാൽ മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ദുര്യോധന കുലാന്തക. ദുര്യോധനൻ എന്നുള്ള പേരിന്റെ അർത്ഥം അതാണ് എന്നർത്ഥം. ദുര്യോധന കുല അന്തക. അന്തക, അന്തകവും അന്തകാഹ, അകാരാന്തം വരും. ദുര്യോധന കുലാന്തകായ എന്ന് രൂപം വരും. അനാദി ബ്രഹ്മചാരീച കൃഷ്ണാവ്യസനകരിശക ശിശുപാല ശിരശ്ചേത്ത ദുര്യോധന കുലാന്തക. അപ്പൊ ഇന്ന് ഇത്ര മതിയെന്ന് വെക്കാം. ഇനി ഇതൊന്ന് ചൊല്ലി നോക്കാം. ആ ഓരോ രൂപങ്ങളൊന്ന് ചൊല്ലി നോക്കാം. എന്നിട്ട് ശ്ലോകവും ചെല്ലാം. നാലെണ്ണേ ശരിക്ക് ചെല്ലാനുള്ളൂ. റെക്കോർഡിംഗ് നിർത്തട്ടെ? ആയിക്കോട്ടെ, ശരി.